മുകേഷ്, ഹരിശ്രീ അശോകൻ എന്നിവർ ഒന്നിച്ചഭിനയിച്ച നക്ഷത്രങ്ങൾ പറയാതിരുന്നത് എന്ന ചിത്രത്തിലെ കോമഡി മെഗാ ഹിറ്റ്. ഇത്രയധികം പൈസ ഇത്രയും പെട്ടെന്ന് എവിടെ ഒപ്പിച്ചു? ബാങ്കിൽ നിന്ന് ഡ്രോ ചെയ്തു. കഴിഞ്ഞ മാസം മമ്മി ഒരു 50,000 റുപ്പീസ് പോക്കറ്റ് മണിയാക്കി തന്നു. ഞാനത് ബാങ്കിലിട്ടു, മറന്നു. ഇന്നാണ് ഓർത്തത്. ഏത് ബാങ്കില്? വേൾഡ് ബാങ്കിൽ. ഊതിയതാണല്ലേ? അല്ലടാ, സത്യം. ആ പിന്നെ നീ ഒരു ഹാപ്പി ന്യൂസ് അറിഞ്ഞു? ഇല്ല. നമ്മുടെ വീഡിയോ ഷോപ്പില്ലേ, അത് പുഷ്കരാശേട്ടൻ എഴുതി കൊടുത്തു. എപ്പോ? ഇന്ന് രാവിലെ 11:30-ക്കും 11:45-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ. ഞാനില്ലാതെ പോയല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ എഴുതി കൊടുക്കണ എനിക്കും കൂടി കാണാമായിരുന്നു. ഓ, നിന്നെ അവര് വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ലേ? ഒന്നും. ആ എടാ നന്ദു, ഈ കണ്ണിന്ന് പൊന്നിച്ച പറക്കണ ആൾക്കാർ പറയാറില്ലേ, ഞാനത് വിശ്വസിച്ചിട്ടേ ഇല്ല. ഒരൊറ്റ അടി എന്റെ കണ്ണിന്ന് ശരിക്കും പൊന്നിച്ച പറഞ്ഞടാ. ആ ഒറ്റ അടിയിൽ നിന്റെ അഡ്രസ്, നിന്റെ അമ്മയുടെ അഡ്രസ്, നിന്റെ അച്ഛന്റെ അഡ്രസ്, പിൻകോഡ് അടക്കം ഞാൻ പറഞ്ഞു കൊടുത്തടാ. ആ വാസുദേവൻ വൈദ്യരുടെ മോനല്ലേ താൻ? ഇങ്ങനെ ഓരോ തരിയുടെ പരിപാടിയും കൊണ്ട് വേണം ആ വലിയ മനുഷ്യന്റെ പേര് കളഞ്ഞു വിളിക്കണോ? നിർത്തി, ഇത് അവസാനത്താ. ആ പോടോ. എന്തെങ്കിലും ചെയ്യണോന്ന് പറഞ്ഞിരുന്ന കാര്യം നടക്കോ? എല്ലാ ചിപ്പുകളും തുറന്നു നോക്കണം നമ്മള്. ഏതിലാ മുത്തുണ്ടാവുന്ന അറിയില്ലല്ലോ. ഒരുപാട് ചിപ്പികൾ നമ്മൾ തുറന്നു നോക്കിയല്ലോ, മുത്തു പോയിട്ടൊരു കല്ല് പോലും കണ്ടില്ലല്ലോ. എന്തെല്ലാം ബിസിനസ്സാണ് നമ്മൾ തുടങ്ങിയത്. ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഒരു ടെലിഫോൺ ബൂത്തും ഫോട്ടോസ്റ്റാറ്റും. ഒരു ഹർത്താലിന് അത് പോയി കിട്ടി. പഴയങ്ങാടിയിൽ ഒരു ഫോട്ടോ സ്റ്റുഡിയോ. നീ ഫിലിം ലോഡ് ചെയ്യാതെ കല്യാണം കവർ ചെയ്ത് അടി കൊണ്ട് അടച്ചു പൂട്ടി ഷട്ടർ ഇട്ടു. കോളേജിനടുത്ത് ഒരു ലേഡീസ് സ്റ്റോർ തുടങ്ങി. ലേഡീസിനെ കണ്ടപ്പോ നിന്റെ കണ്ണു മഞ്ഞടിച്ച് വാരി കോരി കടം കൊടുത്ത് അതും പൂട്ടിച്ച്. ഇപ്പൊ ഒരു വ്യാജം വന്ന് കാസറ്റ് കടയും ഗോവിന്ദ. ആ ഇതാ നിന്റെ കുഴപ്പം നന്ദു. മനുഷ്യനായ സ്ഥിരോത്സാഹം വേണം. കെട്ടിച്ചയക്കാൻ പ്രായമായ 5 പെങ്ങന്മാരെ എനിക്കുള്ളത്. നിനക്കൊന്നും 5 1 6 ഇവരെല്ലാം കെട്ടിച്ചയക്കണ്ടേ? അതിന് ടാറ്റയും ബിർളയും കണ്ടുപിടിക്കും. അവർക്കും 5+1 6 പെങ്ങന്മാരാണോ? ആർക്ക്? ഈ ടാറ്റയ്ക്കും ബിർളയ്ക്കും. അവരുടെ സ്ഥിരോത്സാഹം കാണുമ്പോ എനിക്ക് തോന്നുന്നത് അവർക്ക് മിനിമം 1000 പെങ്ങന്മാരെങ്കിലും ഉണ്ടാവുന്നതാണ്. അംബിഷ്യസ് ആവണം നമ്മൾ, അംബിഷ്യസ്. ഒരുപാട് ഇംഗ്ലീഷ് പറഞ്ഞു വരട്ടല്ലേ ശശാങ്ക. നിരാശനാവരുത്, വഴികൾ ഇനിയും തുറക്കപ്പെടും. ഒരു ദിവസം നമ്മൾ വിജയിക്കും, ലക്ഷ്യം കാണും, ലക്ഷങ്ങൾ കൊയ്യും. സ്വപ്നത്തിലാവും. സ്വപ്നത്തിലല്ല, സത്യത്തിൽ. അതിന് കാശ് എവിടെ? കാശ് പുഷ്കരാക്ഷേട്ടൻ തരും. ആ ഉടനെ അങ്ങോട്ട് ചെന്നാ മതി, പുഷ്കരാക്ഷേട്ടൻ എടുത്തിങ്ങി തരും. നന്ദു, മച്ചിനകത്ത് വൈദ്യഗ്രന്ഥങ്ങളുടെ അടിയിൽ ചികഞ്ഞു നോക്കിയാൽ ഇനിയും പഴയ ആധാരങ്ങൾ കാണും. എടുത്തു കൊടുക്കണം. കൊടുത്തതൊക്കെ ഒരു ദിവസം നമ്മൾ തിരിച്ചു പിടിക്കും. ദൈവമില്ലേ നന്ദു നമ്മുടെ കൂടെ? ഉണ്ടോ? ഉണ്ട്. ഉണ്ടാവൂ? ഉണ്ടാവില്ലേ? ഉറപ്പില്ലല്ലേ? ഉറപ്പായിട്ടും ഉണ്ട്. ഇത് അങ്ങനെ ഒന്നും ആവില്ലമേ. ഇന്റർനെറ്റ് കഫേയാണ് ഞങ്ങൾ ആരംഭിക്കാൻ പോണത്. നീയാണ് ഇതൊക്കെ ഇവൻ ഓതി കൊടുക്കുന്നല്ലേ? ഒരു കാപ്പി ക്ലബ്ബുകാരൻ. നിന്റെ പറമ്പിന്റെ ആധാരം വെച്ചിട്ടായിക്കൂടെ? ആധാരം ഞാൻ വാടക ഉടമസ്ഥനോട് ചോദിച്ചു നോക്കി, തരണ്ടേ? അതുകൊണ്ട് ആകെ ഇവിടെ ആധാരം കൊണ്ട് തുലയ്ക്കാന്നല്ലേ? ഒരു നല്ല ഉദ്ദേശത്തോടെ ഞാൻ പറഞ്ഞു, നമുക്ക് കിട്ടില്ലെങ്കിൽ വേണ്ട, വേറെ വല്ലതും നോക്കാൻ. 2 കാസറ്റ് ഉണ്ട്. ആർക്കാണ് ടൈറ്റാനിക്, ആർക്കാണ് കഹോന? ഇതിന്റെ ലേറ്റസ്റ്റ് ഉണ്ടോ? കഹോനയുടെ ഉണ്ടോന്നാ? മനീഷ കൊയ്റാല, ഷാരൂഖ് ഖാൻ, ജൂഹി ചൗള, സൽമാൻ ഖാൻ ഇവരൊക്കെ ലേറ്റസ്റ്റ് പടത്തിന്റെ പ്രിന്റ് തരാം. അതേത് കാസറ്റാ? ആ പടത്തിന്റെ പേരെന്താ? പേരിട്ടിട്ടില്ല. അതെന്താ? അയ്യോ, അതിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുള്ളൂ. അതിന്റെ ഫസ്റ്റ് പ്രിന്റ് ആയാൽ ഫസ്റ്റ് കോപ്പി ഞാൻ എത്തിച്ചേരാം. നിന്റെ ഒരു ഫസ്റ്റ് കോപ്പി സെക്കൻഡ് കോപ്പി അതൊക്കെ ഞങ്ങൾ എടുത്തു തരാം. കട എടുക്കണ കട അടക്കാൻ എന്താ ഇന്ന് അർത്താല? അതങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. സിനിമ ഇറക്കുന്നതിന് മുമ്പ് നിന്റെ ഒരു കാസറ്റ് കച്ചവടം. എവിടെയാണ് നിന്റെ കൂട്ടുകാരൻ മറ്റേ റാസ്കൽ? റാസ്കളോ? കൂട്ടുകാരനോ? പറടാ, എവിടെണ്ടവൻ? ഇവനും അവനും കൂടെ ചേർന്നാ കട നടത്തുന്നത്. രണ്ടും തരികിട പാർട്ടികളാ. അവനും കൂടി വന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. സാറ് പറയും പോലെ കോടതി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് നൂലാമാലകളാ. ഇവിടെ വെച്ച് തന്നെ നമുക്കൊരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാം. വിളിക്കണവനെ. ആരെ വിളിക്കണ കാര്യമാണ്? നിന്റെ പാർട്ണറെ. ആരാടാ നിന്റെ പാർട്ണർ? പറയില്ല. ഈ ശശാങ്കന് കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവന്റെ പേര് പറയില്ല. എന്നെ ശിക്ഷിച്ചോ, എത്ര കാലം വേണമെങ്കിലും ശിക്ഷിച്ചോ. ഈ ജയിലോ, സെൻട്രൽ ജയിലോ, വീർ ജയിലോ, തീഹാർ ജയിലോ വേണമെങ്കിലും കിടത്തിക്കോ, എന്നാലും ഞാൻ അവന്റെ പേര് പറയില്ല. നന്ദകുമാർ, സണ്ണോ വാസുദേവ പണിക്കർ, പുത്തംവീട്, ആമക്കാട് വഴി, പോസ്റ്റ് പിൻകോഡ് 6 7 8 4 3. ദൈവമേ, ഗേറ്റ് തുറക്കണേ. പുഷ്കരാക്ഷേട്ടാ, ചേട്ടാ അത്യാവശ്യം കാര്യം പറയാനാ. ചേട്ടൻ കഥ ഇങ്ങോട്ട് വരാല്ലേ പറഞ്ഞു? ഇങ്ങോട്ട് വന്ന് ചേട്ടാ. ചെയ്യരുത്. ഒന്നും ചെയ്യാനല്ലേ ചേട്ടാ, കാല് പിടിക്കാനാണ്. എന്നെ രക്ഷിക്കണം പുഷ്കരാക്ഷേട്ടാ. 50,000 രൂപ ഇപ്പൊ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നോ ഒന്ന് പറയരുത്. ഒറ്റ രൂപ പോലും തരുന്ന പ്രശ്നമില്ല അന്തകുമാരാ. 1997 തന്നതിന്റെ പലിശ ഇപ്പോഴും ബാക്കിയാ. 98 തന്ന മുതലിന്റെ 3/4 ഓഹരിയും ബാക്കിയാ.
99 തന്നത് മുഴുവനും ബാക്കിയാ. അതുകൊണ്ട് നന്ദകുമാര എഴുന്നേൽക്ക്. ഇത്തവണയും കൂടി എന്നെ രക്ഷിക്കണം പുഷ്കരാശേട്ടാ, പ്ലീസ്. ഞാൻ കാല് പിടിക്കല്ലേ. കാലിന്ന് വിട്. വിടില്ല. മാനം പോണ കേസാ പുഷ്കരാശേട്ടാ. അതിന് നിന്റെ മാന എന്നേ പോയി കിടക്കല്ലേ. ഇത്രയും കാലം ഞാൻ നിന്നെ സഹായിച്ചതേ നിന്റെ അച്ഛൻ വാസുദേവ പണിക്കരെ ഓർത്തിട്ടാ, നിന്റെ ആ പാവം തള്ള ഓർത്തിട്ടാ. അത് തന്നെയാ പുഷ്കരാശേട്ടാ ഞാനും പറയുന്നത്. കുട്ടിക്കാലത്ത് ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു പോയ അച്ഛൻ, പാവം അമ്മ. ഇൻസ്പെക്ടർ പറയുന്നത് 3 കൊല്ലം വരെ കഠിന തടവുണ്ടാവും പൈസ കൊടുത്തില്ലെങ്കിലെന്നാ. എങ്ങനെ എന്റെ അമ്മയും പെങ്ങളും ഇത് സഹിക്കും? തൂങ്ങിച്ചാവില്ലേ അവര്? അവരെ ഓർത്തെങ്കിലും ഒരു കാര്യം ചെയ്, ആ കട പുഷ്കരാശേട്ടൻ എടുത്തോ, എന്നിട്ട് എനിക്കൊരു 50,000 രൂപ താ. ശരി 50 ഇല്ല 30. ചേട്ടാ, ആ കടയും 98 പണയം വെച്ച ആ വാക്കടപ്പറമ്പിന്റെ ആധാരവും എന്റെ പേരിൽ റഷീദ് എന്നൊക്കെ. ചേട്ടാ, ആരുടെയും സങ്കടം കണ്ടുവെക്കാൻ എനിക്ക് കഴിയില്ലേ, അതോണ്ടാ. അയ്യോ, ഇനി ഇതില് ഭംഗിയായിട്ട് ഒരു ഒപ്പിട്ടെ. ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ലല്ലോ. അതൊക്കെ ഞാൻ എഴുതിക്കോളാം, നീ ഒപ്പിട്. 20,000 രൂപ കൂടെ കിട്ടിയാലേ ഞാൻ ഒപ്പിടും. 20,000 രൂപ കൂടെ കിട്ടിയാലേ ഞാൻ ഒപ്പിടും. നീ ആള് കൊള്ളാലടാ. ഒപ്പിട്. നീ എന്ത് പണിയായി കാണിക്കുന്നു? ഇത്രയും ആളുകൾ വരുന്ന സ്ഥലത്ത് ഇതിങ്ങനെ പ്രദർശിപ്പിച്ചു വെച്ചാല് ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കാണുന്ന വെബ്സൈറ്റിലാണ് ഇനി ഇത് വരാൻ പോകുന്നത്. നമ്മുടെ ഭാഗ്യത്തിന് യൂസഫ് നമുക്ക് അയച്ചു തന്നു, വേണമെങ്കിൽ ഉപയോഗിച്ചെന്നും പറഞ്ഞു. ഉപയോഗിച്ചില്ലെങ്കിൽ ഈശ്വരൻ നമ്മളെ ശിക്ഷിക്കില്ലേ? നന്ദു, പുഷ്കരാശന്റെ കടം തീർക്കണ്ടേ നമുക്ക്? വിത്തിൻ 24 hours നീ എന്താണ്ട ചെയ്യുമെന്ന് വീമ്പിളക്കിയിട്ട് ഇപ്പൊ 3 ദിവസമായി. അയാൾ എപ്പോഴാ ഇതൊക്കെ എടുത്തോണ്ട് പോകുന്ന ആർക്കറിയാം? ഞാൻ ടെലിഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ പോവല്ലേ. ആരെ? ബ്ലേഡ് പുഷ്കര? ബാംഗ്ലൂർക്ക് ഈ സുന്ദരിമാരെ. ഹലോ, ബാംഗ്ലൂരല്ലേ? ഹലോ. ആ, എടുത്ത് ഹായ്, ഐ എം ശിവരഞ്ജിനി. ഞാൻ നന്ദു. ചച്ചാങ്കൻ. ഒരു ഇമെയിൽ അയക്കാനുണ്ടായിരുന്നു ബാംഗ്ലൂർക്ക്. അയ്യോ, ഞങ്ങളിപ്പോ ബാംഗ്ലൂർക്ക് ഫോൺ ചെയ്തോളൂ. ആണോ? ആർക്ക്? മദ്രാസിന്, മൈസൂർ. ഇവനിങ്ങനെ ഫോൺ കിട്ടി കഴിഞ്ഞാൽ ബാംഗ്ലൂർ, മദ്രാസ്, മൈസൂർ ഇങ്ങനെ ഫോൺ ചെയ്തോണ്ടായിരിക്കും. ബില്ല് എത്രയെന്ന് അറിയാവോ? ഞാനൊരു മെസ്സേജ് സെൻഡ് ചെയ്തോട്ടെ? അപ്പൊ ഇമെയിൽ പോകുന്നില്ല. ആണോ? പോകുന്നില്ല. അപ്പൊ പോണില്ല. ഓ, സെർവർ ഡൗൺ ആയതായിരിക്കും. ഞാൻ നോക്കട്ടെ. അല്ല, മാഡം, ബ്ലഡി നോൺസെൻസ് ഇഡിയറ്റ്സ്. പറ, എവിടെ കിട്ടിയത്? ഇന്റർനെറ്റ് കാഫേ എന്നും പറഞ്ഞ് മാന്യമായി ജീവിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ സംഘടിപ്പിച്ച് തല വെട്ടി മാറ്റി ഒട്ടിച്ച് ചെറ്റത്തരം കാണിക്കുന്നു. ഓഹോ, ഇതിനാണല്ലേ ബാംഗ്ലൂർക്ക് ഫോൺ ചെയ്തത്? പൈസ വല്ലതും തടയാൻ നോക്കാൻ? യു ബ്ലഡി ബ്ലാക്ക് മെയിലേഴ്സ്. പരിപാടി ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. സിസ്റ്റർ, ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. ഒന്ന് പച്ച പിടിച്ചു വരികയാണ്. ഞങ്ങളിത് സീരിയസ് ആയിട്ട് ചെയ്തല്ല, ഒരു ടൈം പാസ്. പുതിയ പ്ലാനുമായിട്ട് എത്തിയിട്ടുണ്ട്. അമ്മ പറഞ്ഞത് ശരിയാ, പുതിയൊരു പ്ലാൻ കിട്ടിയിട്ടുണ്ട്. ഇതെന്ത് പറ്റി? ആരെങ്കിലും തല്ലി ഓടിച്ചാണോ? ഇത് ഡേറ്റ് ഓഫ് ബർത്തിൽ ഇങ്ങനെ. താങ്ക് യു. അതെ, ഇവരുടെ കാര്യത്തിലോ തീരുമാനമായില്ലേ? ഇതിങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോയാലുണ്ടല്ല, അവസാനം രണ്ടും ഒളിച്ചോടി പോകും. എന്തോ? എന്താ? അമ്മ വിളിച്ചു. ഞാൻ കേട്ടില്ലല്ലോ. ഞാൻ കേട്ടു. അതെ, ഇനി എന്നാ നീ ഇവരുടെ കല്യാണം നടത്താൻ പോണത്? എങ്ങനെയെങ്കിലും നടത്തണം. ഒന്ന് പച്ച പിടിച്ചിട്ടാകാമെന്ന് കരുതി. പച്ച പിടിക്കാനുള്ള പുതിയൊരു പദ്ധതിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ തിരുനെൽവേലിയിൽ ബൾക്കായി കുറച്ച് സ്ഥലം വാങ്ങുന്നു. അതിന്റെ ആധാരം ലോഡ് കൃഷ്ണ ബാങ്കിൽ കൊണ്ട് പ്ലഡ്ജ് ചെയ്ത് ആ കാശ് കൊണ്ട് തെങ്കാശിൽ മിണ്ടി പോരും. നിന്റെ ഐഡിയകളെ കുറിച്ച് അക്ഷരം മിണ്ടി പോരും. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഇത്രയും കാലം നമ്മുടെ പ്ലാൻ അനുസരിച്ചല്ലേ ചെയ്തത്, ഒരു മെച്ചം ഉണ്ടായില്ലല്ലോ. ഇനി അമ്മയുടെ ആഗ്രഹപ്രകാരം ഒരു വൈദ്യശാല തുടങ്ങാൻ തീരുമാനിച്ചു. നമസ്കാരം. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞല്ലേ? കഴിഞ്ഞതേ ഉള്ളൂ. നല്ലൊരു ദിവസമായിട്ട് ഇവിടെ എത്തിയോ? ഓരോ ദുശേനങ്ങളൊക്കെ കയറി വന്നോളും. തല്ലുകാരും കൂടെ ഇല്ലേ? എന്താ സൗത്രം എങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവില്ലേ. സാവിത്രി എന്താ അങ്ങനെ പറഞ്ഞത്? തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി അമ്മയെടുത്ത് ചെറിയൊരു നുണ പറഞ്ഞു. എന്തു നുണ? നുണയെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ നുണയൊന്നും അല്ല അത്. പുഷ്കരാക്ഷേട്ടെ ക്ഷമിക്കണം. അത് ശരി, കാശും തരണം, ക്ഷമിക്കും വേണം.
ഇവിടുന്ന് കിട്ടുവോ നാട്ടുകാരുടെ തല്ല്? ശ്രമിക്കുന്നുണ്ട്, പക്ഷെ തുടങ്ങിയല്ലേ ഉള്ളൂ. ചേട്ടൻ ലഡു തന്നെ ലഡു. ചോദിക്കണം, എപ്പ ആവശ്യം വന്നാലും ചോദിക്കണം. അതിനല്ലേ ഞാൻ. നീ ചോദിക്കാതിരുന്നാ കുഴപ്പാവോ? ഇതുവരെ ചോദിച്ചത് കൊണ്ടാണ് പ്രശ്നമായത്. എന്നാ എനിക്ക് ഇത്തിരി കാശ് കടം തരും പുഷ്കര. എനിക്ക് തരും. കടല്ല, കൊടം. കൊടോ? വൈകുന്നേരം ആവുമ്പോ ടോട്ടക്കാൻ. അങ്ങനെ ഒരു കുടം ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു വെച്ചേര്. 1-2 വർഷത്തിനകം ആവശ്യം വരും. എന്താ ആവശ്യം? അല്ല, ഇവിടെ ഒരു ചടങ്ങ് നടക്കല്ലോ ചേട്ടന്റെ. അപ്പൊ പുഴയെ കൊണ്ടിങ്ങനെ പുറകിലേക്ക് ഇടണ്ടേ, അതിനുപയോഗിക്കാം. വേടാ.